ഫ്രണ്ട്സ്, ഇന്നിപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്നത് ബുള്ളിയൻ റോസ് വെച്ചിട്ട് നമ്മൾ ഇപ്പോൾ ട്രെൻഡി ആയിട്ട് ഡിസൈനറായിട്ട് കാണുന്ന കുർത്തയിലൊക്കെ കാണുന്ന എപ്പോഴും കാണുന്നൊരു ഡിസൈനാണ്. അത് വളരെ സിമ്പിളാണ്. അപ്പം അതെങ്ങനെയാണ് ചെയ്യുന്നത്, അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇത് എംബ്രോയിഡറി ചെയ്യണ നമുക്കറിയാം. ഫ്രെയിമിലൊരു തുണി ഇത് വെച്ചേക്കാണ്. ഇത് ഞാൻ ഒരു പാറ്റേൺ വരച്ച് വെച്ചേക്കുന്നതാണ്. ഇങ്ങനെ പാറ്റേൺ ഉണ്ട്, നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ഏകദേശം ഒരു കണ്ടാൽ അറിയാം, ഒരു 5 ഇഞ്ചുണ്ട് ഇതിൻ്റെ ടോട്ടൽ. കോമ്പസ് ഉപയോഗിച്ച് ഒരു പേപ്പറിൽ വരച്ചുണ്ടാക്കിയേക്കാണ്. പിന്നെ അതിൻ്റെ ഗ്യാപ്പ് ഇത് ഒരു 2 ഇഞ്ചും, ഇതിൻ്റെ ഉള്ളിലെ വട്ടം ഒരു 2 ഇഞ്ചുമാണ് ഉള്ളത്. ഇത് ടോട്ടൽ ഒരു 5 ഇഞ്ച്. അങ്ങനെ കോമ്പസ് ഉപയോഗിച്ച് വട്ടം വരച്ച്, അതുപോലെ അതിൻ്റെ ഏതാണ്ട് സെൻറ്റർ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഞാനത് ഡിസൈൻ ചെയ്തപ്പം മായ്ച്ച് കളഞ്ഞ പെൻസിലിൻ്റെ മാർക്കുകളൊക്കെ കാണാം. ഒരു 6 ചെറിയ വട്ടങ്ങളും വരച്ചിട്ടുണ്ട്. ഇനി ഇതിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇങ്ങനെ ഒരെണ്ണം വരച്ച് വെച്ച് നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ ഇത് ഡിസൈൻ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇതിന് ഞാൻ യൂസ് ചെയ്യുന്ന ത്രെഡ് ആങ്കറിൻ്റെ പേൾ കോട്ടൺ ത്രെഡാണ്. പിന്നെ നമ്മൾ ഇതിൽ കുറച്ച് ബീഡൊക്കെ വെക്കുന്നുണ്ട്. അതിനുപയോഗിക്കുന്ന നൈലോൺ ത്രെഡാണ്. വളരെ ഈ സൂചിയുടെ സൈസ് എന്ന് പറയുന്നത് ഇതാണ്. ഇതിൽ ഏത് ചെറിയ ബീഡും, ഷുഗർ ബീഡ് പോലുള്ള ഏത് ബീഡും ഈ സൈസിലുള്ള സൂചിയിൽ കയറും. അതുകൊണ്ട് ഞാനിത് യൂസ് ചെയ്യുന്നത്. അതുപോലെ ഈ സൂചി ഉപയോഗിക്കാൻ ഏറ്റവും നല്ല ത്രെഡ് ഈ നൈലോൺ ത്രെഡാണ്. തിക്നെസ് വളരെ കുറഞ്ഞ ഒരു ത്രെഡാണ്. ഓക്കെ, ഇനി വേണ്ടത് ബീഡ്. ഷുഗർ ബീഡാണ് ഉപയോഗിക്കേണ്ടത്. വേറെ പലതരം ഗോൾഡൻ ബീഡും ഞാൻ അതിനു മുമ്പ് ഉപയോഗിച്ചിട്ടുണ്ട്. ആരി വർക്ക് ഉള്ള വർക്കൊക്കെ അതിൻ്റെയൊക്കെ കളർ പോകും. ഇത് ഷുഗർ ബീഡാണ്. ഷുഗർ ബീഡിൻ്റെ കളർ പോകത്തില്ല. അപ്പം ഇത് ചെറിയ 1 സൈസും ഇത് 3 സൈസ് ബീഡുമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. 2 തരം ബീഡാണ് ഇപ്പോൾ എടുത്തേക്കുന്നത്. ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ഞാനൊരു ഫ്രഞ്ച് നോട്ട് തന്നെ ഇവിടെ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ അതിനെ ചുറ്റി വെറുതെ ഒന്ന് റൗണ്ട് ചെയ്ത് ബുള്ളിയൻ നോട്ട്. അപ്പോൾ ബുള്ളിയൻ നോട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കിക്കോളുക. ഇതിപ്പോൾ ഇങ്ങനെ എടുത്തു. സൂചി പിടിക്കുന്ന ശ്രദ്ധിച്ചോളണം. സൂചി ഇവിടെ നിന്ന് എടുത്തിട്ട് ഇങ്ങോട്ടേക്ക്, അതായത് നമ്മൾ പുറത്തേക്ക് ത്രെഡ് വലിച്ചിട്ടില്ലേ, അവിടേക്കാണ് സൂചി വെക്കേണ്ടത്. സൂചിയുടെ പൊസിഷൻ ശ്രദ്ധിച്ചോളണം. അപ്പം ഞാനത് പറയാൻ കാരണം, സൂചിയുടെ പൊസിഷൻ കാരണം എനിക്ക് പഠിച്ചുകൊടുന്ന കാലത്ത് എംബ്രോയിഡറി തെറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പ്രത്യേകം എടുത്ത് പറഞ്ഞത്. ഇനി ബുള്ളിയൻ നോട്ടിൻ്റെ പ്രത്യേകം നമ്മളിതിൽ കെട്ടിടുവാണ്. 1 2 3 4 4 നമ്മൾ ഇടുന്നു. എന്നിട്ട് ഒരുപാട് ബലം കൊടുക്കണം. സൂചി ഒന്നിങ്ങനെ മെല്ലെ കറക്കുകയൊക്കെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മെല്ലെ ഇങ്ങനെ വലിച്ച് എടുത്തു. ഇപ്പം കാണാമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ആ സൂചിയിലിട്ട കെട്ട് മെല്ലെ സൂചിയെ നിറക്കി ആ നൂലിങ്ങ് വലിച്ചെടുത്തേക്കുകയാണ്. എന്നിട്ട് ഇത് ഇവിടെ കുത്തി താഴോട്ടെടുത്ത് നമ്മൾ സൂചി. ഇനി നെക്സ്റ്റ് നമ്മൾ ഇവിടെ നിന്ന് ഇതിങ്ങനെ പൊക്കിയെടുത്തു. എന്നിട്ട് എവിടെയാണോ നൂലിരിക്കുന്ന അവിടേക്ക് ആ സൂചി ഒന്ന് കുത്തി എടുക്കണം. എടുത്തിട്ട് ഈ പറഞ്ഞതുപോലെ ഒരു 4 എണ്ണം 1 2 3 4 എന്നിട്ട്
സൂചി ഒന്നിങ്ങനെ മെല്ലെ കറക്കി എടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നേരത്തെ പറയാൻ വിട്ടുപോയൊരു കാര്യം, ഞാൻ 2 ത്രെഡാണ് കേട്ടോ എടുത്തേക്കുന്നത്. മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ തന്നെ കണ്ടറിയാം, ഇത് 2 ത്രെഡ്. അത് നേരത്തെ പറയാൻ വിട്ടുപോയൊരു കാര്യമാണ്. അപ്പോൾ അതും അതുപോലെ തന്നെ കുത്തി താഴേക്ക് നമ്മൾ എടുത്തേക്കുന്നു. അതിനുശേഷം ഒന്നുകൂടെ സൂചി പുറത്തേക്കെടുത്ത് അതേപോലെ സെയിം തന്നെ സൂചി അവിടുന്ന് എവിടെയാണോ നൂലിരിക്കുന്നത് അവിടേക്ക് എടുത്ത് ആ നൂല് കറക്കിയെടുക്കുന്നു. 1 2 3 4. ആ കെട്ട് ഇത് കണ്ടില്ലേ, ഈ കെട്ട് സൂചിയെന്ന് പുറത്ത് വന്നതിന് ശേഷം മാത്രമേ വലിക്കാവുള്ളൂ, അല്ലെങ്കിൽ ആ വർക്ക് ഭംഗിയുണ്ടാവില്ല. ഇങ്ങനെ നമ്മളൊരു റൗണ്ട് പൂർത്തിയാക്കിയിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ പുറത്തെ ലെയർ എടുക്കുമ്പോൾ, എന്നിട്ട് നമ്മൾ 4 എടുത്തേക്കുന്നത്, ഒരു 6 7 എണ്ണം എടുക്കണം. 4 5 6. നമ്മുടെ ആ സൂചിയെ നമ്മൾ ഊരിയെടുത്തതിന് ശേഷം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഇതെന്തിനാ ഇങ്ങനെ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവസാനം ഇതിൻ്റെ ഉള്ളിൽ വന്ന് എൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം ഞാൻ എടുത്തേക്കുന്ന കണ്ടറിയാം, ഒരു ഇച്ചിരി പുറത്തേക്ക് നമ്മൾ തള്ളി വെച്ചിട്ടുണ്ട്. അത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എൻഡിന് വേണ്ടി. ഇപ്പോൾ ഒരെണ്ണമായി. ഇനി ഇതേപോലെ ഈ റൗണ്ട് നമ്മൾ തീർക്കണം. ഇപ്പം നെക്സ്റ്റ് ഇവിടെ നിന്ന് എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് വെക്കുക. ഇതിപ്പോൾ ഞാൻ 7 ചുറ്റാണ് ചുറ്റിയേക്കുന്നത്. ഇതേപോലെ നമ്മൾ ഈ റൗണ്ട് പൂർത്തിയാക്കണം. അപ്പം നമ്മളിപ്പം 5 എണ്ണം പൂർത്തിയായിട്ടുണ്ട്. ഇനി 6ാമത്തത് അവസാനിപ്പിക്കുന്നത് ഒന്ന് ശ്രദ്ധിക്കണം. അപ്പം ഞാനിത് അവസാനത്തതിൻ്റെ നടുക്കുന്നത് തുടങ്ങി. ഇത് ഇവിടെ നിങ്ങൾ കാണുന്നില്ലേ, അവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് എടുക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ബാക്കിയുള്ളത് പോലെ തന്നെ നിൽക്കും. അത് ചിലപ്പോൾ ഒരു 2 എണ്ണം കൂടെ 6 എന്നുള്ളതിന് വരെ 8 എണ്ണം ആക്കണം. 2 3 4 5 6 7 8. നിങ്ങളെപ്പോഴും സൂചി നമ്മൾ എത്രത്തോളം ദൂരേക്കാണ് കുത്തിയെടുക്കുന്നത്, ചിലപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റിന് കുറച്ച് അധികം ദൂരവും കുറഞ്ഞു, അതിനനുസരിച്ച് ഈ നമ്മളിടുന്ന ചുറ്റിൻ്റെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ, ഈ സൂചിയിലിടുന്ന ഇതില്ലേ അതിൻ്റെ കൂട്ടുകയോ കുറയ്ക്കുകയോ നമുക്ക് കുറച്ച് ചെയ്ത് കഴിയുമ്പോൾ മനസ്സിലാവും കൂട്ടിയെടുക്കണോ കുറച്ചെടുക്കണോ എന്നൊക്കെ. ഇതെടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്കങ്ങനെ ചെയ്യാൻ കഴിയും. ഇത് കണ്ടില്ലേ, ഇതിൻ്റെ ഉള്ളിൽ പോയി മറ്റുള്ളതുപോലെ തന്നെ ഉള്ളിലേക്ക് പോയി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാം. അതാണ് ഫസ്റ്റ് നമ്മൾ ഇച്ചിരി വിട്ടെടുത്തേക്കുന്നത്. അപ്പോൾ ഈ ഫ്ലവർ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ബാലൻസ് കുറച്ചില്ലേ, അത് നമുക്ക് കഴിഞ്ഞ ദിവസം പഠിച്ച ഫ്രഞ്ച് നോട്ട് ഉണ്ടല്ലോ, ലൂസായി പോയാൽ ടൈറ്റ് ചെയ്യണം ഫ്രെയിം. 1 2 ഈ നൂല് പുതിയൊരു ഫ്ലവർ ചെയ്യാൻ മാത്രം ഒന്നും കാണില്ല. അപ്പോൾ നമ്മൾ ഇതും കൊണ്ട് ഇത് കണ്ടോ, ഇങ്ങനെ നമുക്ക് പറ്റുന്നത് പോലെ ഫ്രഞ്ച് നോട്ടിൻ്റെ വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഇങ്ങനെ 1 2 എത്രയാണോ വേണ്ടത് കുറച്ച് ഗ്യാപ്പിൽ ആ നൂല് തീരുന്നിടം വരെ അവിടെ ഇവിടെ ആയിട്ട്
ഓരോ ഫ്രഞ്ച് നോട്ട് ഇട്ട് കൊടുക്കുക. കണ്ടില്ലേ? ഇനി നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ബീഡ് കൊടുക്കുക. അതെങ്ങനെയാന്ന് നോക്കാം. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ഈ നൂല് തീരുന്നത് വരെ അവിടെ എവിടെയായിട്ട് ഇട്ട് കൊടുക്കുക. പുതിയൊരു ബുള്ളിയൻ നോട്ട് ഫ്ലവർ തുടങ്ങുമ്പം ചിലപ്പോൾ ആ നൂല് തികഞ്ഞൊന്നും വരത്തില്ല. അപ്പം ഇത് ക്ലിയറായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുപോലെ ഇഷ്ടമുള്ള പോലെ അവിടെ എവിടെയൊക്കെ ആയിട്ട് ഇട്ട് കൊടുക്കുക ഫ്രഞ്ച് നോട്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് ഒരു ബീഡ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഒന്നും അങ്ങനെ കൃത്യമായൊരിതൊന്നുമില്ല, ഇറഗുലറായിട്ട് നമുക്ക് ചെയ്യേണ്ട കാര്യമുള്ളൂ. ഞാനിപ്പം അതിൽ ആ വലിയ ബീഡാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. താഴേക്ക് ഇറങ്ങി ഒന്നുകൂടെ ഒന്ന് അതിലെ ചുറ്റി എടുത്തേക്കുക. അപ്പോൾ അതിനൊരു ഉറപ്പ് കിട്ടും. നമ്മൾ ഒറ്റ ചുറ്റിയോ ചിലപ്പോൾ അതിന് നമ്മൾ ഇച്ചിരി ഗ്യാപ്പ് ഇട്ടല്ലേ ചെയ്യുന്നത് ഒന്ന് കഴിഞ്ഞിട്ട്. നെക്സ്റ്റ് പറഞ്ഞ ഇവിടെ അങ്ങനെ ഇതിനൊരു കൃത്യമായ അളവോ കണക്കുകളോ ഒന്നുമില്ല. ഒരു ഇറഗുലർ ആയിട്ട് വെച്ച് കൊടുക്കുക. അവസാനം ഫില്ല് ചെയ്ത് വന്നു കഴിയുമ്പോൾ ഉണ്ടാവും, ഭംഗി ഉണ്ടാവും. അപ്പോൾ ഇതുകൊണ്ട് ഫിനിഷ് ചെയ്ത ഒരു ഡിസൈൻ ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഈ രീതിയിൽ ഇറഗുലറായിട്ട്, പിന്നെ അതിൻ്റെ കൂടെ ചെറിയ ബീഡ്സ് വേണമെങ്കിൽ അതും നമുക്ക് വെക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടം, നമ്മുടെ ഒരു ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നമുക്ക് ചെയ്യാം. ഇനി ചെറുത് വെക്കണം, ഇല്ല വലുത് മാത്രം വെച്ച് ചെയ്യണേ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സായിട്ട് ചെയ്ത ഒരു ഡിസൈൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് ചെയ്ത ഒരു ഡിസൈനാണ്. ഇത് ചെസ്റ്റിൽ വരുന്നത് പോലെയുള്ള ഒരു ഡിസൈനാണ്. ഞാനൊരു ഏകദേശം ഒരു 8 ഇഞ്ചോളം നെക്ക് വരുന്നത്, ഒരു 6 ഇഞ്ചിൽ അത് കാണില്ല, 6 ഇഞ്ച് 7 ഇഞ്ച് വരെയൊക്കെ നെക്ക് വരുമല്ലോ. അപ്പം ഒരു 8 ഇഞ്ച് താത്തിയാണ് ഇത് വരച്ചേക്കുന്നത്. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു 8 ഇഞ്ച് കാണും. അപ്പം നെക്ക് പോയിട്ട് ഏതാണ്ട് ചെസ്റ്റിലായിട്ട് ഈ ഡിസൈൻ വരും. അപ്പം അങ്ങനെയാണ് ഇത് ഡിസൈൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ, ഈ ഡിസൈന് വേറെ ഏതെങ്കിലും രീതിയിൽ ചെയ്യണം, അല്ലെങ്കിൽ നെക്ക് ഇവിടെയാണ് ഇന്ന സ്ഥലത്തായി വരയ്ക്കേണ്ടത്, അതിലെന്തെങ്കിലും സംശയമുണ്ട്, ഇനി കയ്യിലും കൂടെ ചെയ്യണമെങ്കിൽ അങ്ങനെയുള്ള ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ എൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ടാണ് ജെന്നി ജെയിംസ്, അതിൽ നിങ്ങൾക്ക് സംശയം ചോദിക്കാം, അല്ലെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാം. എന്ത് സംശയം ഉണ്ടെങ്കിൽ നമുക്ക് മറുപടി തരുന്നതായിരിക്കും. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.